മോതിരം വിരലിൽ അണിയാത്തവർ കുറവായിരിക്കും. ആചാരമായും അലങ്കാരമായും ഒക്കെ പലതരം മോതിരങ്ങൾ ധരിക്കുന്നവരാണ് നമ്മളെല്ലാം. എന്നാൽ പുതിയ കാലത്ത് മോതിരം പലർക്കും ഒരു കുരുക്കായി മാറുകയാണ്. അശ്രദ്ധയോടെ മോതിരം ധരിച്ച് വിരലിൽ കുടുങ്ങിയെത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ടെന്നാണ് ഫയർഫോഴ്സിന്റെ കണക്ക്. ഏതെങ്കിലും ഫാൻസി കടയിൽ വിൽപ്പനയ്ക്ക് വെച്ച മോതിരങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കണ്ണൂർ തളിപ്പറമ്പിലെ അഗ്നിശമന സേന ഓഫീസിൽ നിന്നുള്ള കാഴ്ചയാണ്. ഏതൊക്കെയോ കടകളിൽ നിന്ന് ആരൊക്കെയോ പണം കൊടുത്തു വാങ്ങിയ എട്ടിന്റെ പണി എന്നും പറയാം. ഒരു കൗതുകത്തിന് വാങ്ങി വിരലിലണിയുന്ന മോതിരങ്ങളാണ് ഒടുവിൽ ഇങ്ങനെ പണി തരുന്നത്. കൂടുതലും ഫാൻസി സ്റ്റീൽ മോതിരങ്ങൾ. ഊരിയെടുക്കാൻ വയ്യാതെ വരുന്നതോടെ ബലം പ്രയോഗിച്ചു നോക്കും. ഒടുവിൽ വിരലിനും പണി കിട്ടും. പിന്നെ നേരെ ആശുപത്രിയിലേക്ക്. നീര് വന്ന വിരലിൽ നിന്ന് മോതിരം ഊരിയെടുക്കുക എന്നത് അത്ര ഈസിയല്ല. അതോടെ ആശുപത്രിക്കാർ തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലേക്ക് റഫർ ചെയ്യും. പിന്നെ ദാ ഇങ്ങനെ മോതിരം മുറിച്ചെടുക്കുക മാത്രമാണ് വഴി. സ്വർണം, വെള്ളി മോതിരങ്ങളും ഇതുപോലെ കുടുങ്ങിപ്പോകാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 50-ലധികം മോതിരങ്ങളാണ് തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ മുറിച്ചെടുത്തത്. മോതിരപ്രേമികളോട് ഫയർഫോഴ്സിനും ചിലത് പറയാനുണ്ട്. സ്റ്റീൽ മോതിരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. സ്റ്റീൽ മോതിരങ്ങൾ തന്നെ ശരിക്കും മുറുകുന്ന സമയത്താണെങ്കിൽ അത് വലിച്ച് മാറ്റാതെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വരിക. ഞങ്ങൾക്കത് കൃത്യമായ ഉപകരണങ്ങൾ ഉണ്ട്. എന്തായാലും ഇനി ഇത്തരം മോതിരങ്ങൾ വാങ്ങി ഇടും മുമ്പ് ഒന്നോർക്കുക. മോതിരം ഇടും പോലെ രസകരമാവില്ല അത് വിരലിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ. മീഡിയ 1 കണ്ണൂർ.